الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവൻ വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി അവസാന നിമിഷം വരെയും നിലനിന്നു പോകാൻ, റൂഹ് വേർപ്പെടുന്നത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാവാൻ, നാളെ സജ്ജനങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അന്തിമമായി അല്ലാഹു അവന്റെ മുത്തക്കികളായ അടിയാറുകൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വളരെ സമീപത്തെത്തിയ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിച്ച് നമ്മുടെയൊക്കെ ആയുസ്സിനെ ഏതാനും നാളുകൾ കൂടി റബ്ബ് നീട്ടിത്തരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആദരണീയമായ മാസത്തെ സ്വീകരിക്കാൻ നമുക്ക് അവസരമുണ്ടാകും. അല്ലാഹു നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ആയുസ്സിനെ ആഫിയത്തോടു കൂടി അല്ലാഹുവിൻ്റെ മഹത്തായ ആദരണീയമായ റമദാനിലേക്ക് ദീർഘിപ്പിച്ചു തരികയും റമദാനിനെ പരിപൂർണമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റമദാനു വേണ്ടിയുള്ള മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയുണ്ടായത്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചത്, നമ്മളൊക്കെ ഈ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്ന, നമ്മുടെ ആയുസ് കൊണ്ട് നമ്മൾ നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അന്തിമമായ നമ്മുടെ രക്ഷ, ആ രക്ഷ സാധ്യമാകുന്നത് നാളെ മഹ്ശറിൽ നമ്മുടെ വിചാരണക്ക് മുന്നോടിയായി നമ്മുടെ കൈകളിൽ നമ്മുടെ കർമ്മ പുസ്തകം ഏൽപ്പിക്കുമ്പോഴാണല്ലോ. ആ കർമ്മ പുസ്തകം വലത് കൈയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വലത് കൈകൊണ്ട് നമ്മുടെ കിതാബ് ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയണമെങ്കിൽ അല്ലാഹ് ദുനിയാവിൽ തന്ന കിതാബ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. റബ്ബ് ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കൃത്യമായി ഗൈഡ് ലൈൻസ് നൽകിയ ഒരു കിതാബ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കിതാബ് പഠിച്ചും അത് വായിച്ചും അത് മനസ്സിലാക്കിയും ജീവിത മൈതാനിയിൽ അതിനെ പ്രയോഗവൽക്കരിച്ചും അതിൻ്റെ
പ്രതിനിധാനം സമൂഹത്തിൽ നിർവഹിച്ചും നാളെ വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ, കിതാബ് വാങ്ങാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുക എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അമൂല്യമായ അനുഗ്രഹമാണല്ലോ. നമ്മെ നന്മയിൽ നിലനിർത്താൻ, നമുക്ക് നന്മയിൽ മുന്നേറാൻ റബ്ബ് നമുക്ക് നൽകിയ വലിയ ഔദാര്യമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം. ആ ഖുർആൻ പഠിച്ചും പകർത്തിയും പരിശുദ്ധ ഖുർആനെ സമൂഹത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പ്രാപ്തി നേടിയും സമൂഹത്തിൽ ഖുർആനിന്റെ ജീവിത സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് നാളെ പ്രിയമുള്ളവരെ അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കിതാബ്, മറ്റൊരു കിതാബ് അഥവാ നമ്മുടെ കർമ്മ പുസ്തകം വലത് കൈയിൽ ഏറ്റുവാങ്ങാനുള്ള അർഹത നമ്മൾ നേടിയെടുക്കണം. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായി തീർന്ന ഒരു മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അഥവാ മഹിതമായ റമദാൻ മാസം അനുഗ്രഹീതമായി തീർന്നത് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം മൂലമാണല്ലോ. ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ കേവലം 4-5 രാപ്പകലുകൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ റമദാനിന്റെ അജണ്ട നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന് ആ റമദാനിന്റെ അജണ്ടയിൽ നമ്മൾ മതിയായ ഇടം നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഈ ഒരു കാര്യമാണ് ഇന്ന് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ റമദാനിന്റെ പകലിരവുകൾ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അജണ്ട നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ അജണ്ടയിൽ പരിശുദ്ധ ഖുർആനിന് വേണ്ടത്ര ഇടമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം മറ്റൊന്നുമല്ല, റമദാനിന്റെ സകലമാന നന്മകൾക്കും അനുഗ്രഹീത മാസത്തിന്റെ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾക്കൊക്കെ നാം കടപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ ഖുർആനോടാണ്. ഷഹ്റു റമദാൻ എന്ന് പറയുന്നത് ഷഹ്റുൽ ഖുർആൻ അഥവാ ഖുർആനിന്റെ മാസമാണ്. പരിശുദ്ധ ഖുർആനിന് വേണ്ടത്ര പരിഗണന കിട്ടാതെ നമ്മുടെ റമദാൻ കഴിഞ്ഞു പോയാൽ പ്രിയമുള്ളവരെ അത് അപൂർണമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അപൂർണമായിരിക്കും. അങ്ങനെ നമ്മുടെ റമദാൻ അപൂർണമായി പോകാൻ പാടില്ല. നമ്മുടെ നോമ്പ് അപൂർണമായി പോകാൻ പാടില്ല. ആ നോമ്പിന്റെയും റമദാനിന്റെയും ഒക്കെ സൽഫലങ്ങൾ പൂർണ്ണമായി നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിന് മതിയായ ഇടം നൽകപ്പെട്ട ഒരു റമദാനായിരിക്കണം എന്റെയും നിങ്ങളുടേതും. ആകാശ ലോകത്ത് നിന്ന് പടച്ചവന്റെ വെളിച്ചം ഭൂമിയിലേക്ക് ഇറങ്ങിയതിന്റെ വാർഷിക മഹോത്സവ മാസം കൂടിയാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. സത്യാസത്യ വിവേചനമായിക്കൊണ്ടും മനുഷ്യരാശിക്ക് മാർഗദർശനമായിക്കൊണ്ടും പടച്ച റബ്ബിന്റെ പരിശുദ്ധ ഗ്രന്ഥം ഖുർആൻ അവതീർണമായ മാസമാണ് ഷഹ്റു റമദാൻ. അതുകൊണ്ട് ആരെങ്കിലും ആ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ ഫൽയസും, അവർ നോമ്പനുഷ്ഠിക്കട്ടെ. അഥവാ റമദാനിനെ മഹത്വപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് എന്ന് മനുഷ്യ ലോകത്തിന്റെ മാർഗദർശനത്തിനു വേണ്ടി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രവാചകന്റെ നിർമ്മലമായ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അതുല്യ ഗ്രന്ഥം അല്ലേ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആനോട് സഹവസിക്കുമ്പോൾ, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കേവലം കാതുകൊണ്ട് കേട്ടുവിടേണ്ടതല്ല, മറിച്ച് കൽബിലേക്ക് എടുക്കേണ്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ള കാതുകൊണ്ട് കേൾക്കുകയായിരുന്നില്ല ഖുർആൻ എന്ന്, പ്രവാചകന്റെ കൽബിലേക്ക് അല്ലെ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, രോഗരക്ഷിതാവായ അള്ളാഹുവാണ് ഇത് അവതരിപ്പിക്കുന്നത്. നസല ബിഹി റൂഹുൽ അമീൻ, വളരെ വിശ്വസ്തനായ ആത്മാവാണ് അതുകൊണ്ട് ഇറങ്ങുന്നത്. അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്ക്, താങ്കളുടെ കൽബിലേക്ക്. റസൂലുള്ളാഹിന്റെ നിർമ്മലമായ ഹൃദയമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്നും ഖുർആൻ ഏറ്റുവാങ്ങുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേവലം കാതുകൊണ്ട് കേട്ടുപോകേണ്ടതോ അല്ലെങ്കിൽ വായിച്ചു വിടേണ്ടതോ ആയ ഒരു ഗ്രന്ഥമല്ല പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, മറിച്ച് അത് വായിച്ചെടുക്കാനുള്ളതാണ്. അത് കൽബിലേക്ക് കയറേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ സകല ജാഹിലിയത്തുകളും സകല ജീർണതകളും അഴിഞ്ഞാടുന്ന ഒരു ലോകത്ത്, ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് വഴിയും വെളിച്ചമാകേണ്ട ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതിനാണല്ലോ ഖുർആൻ അവതീർണമായത്. കിതാബുൻ അൻസൽനാഹു ഇലൈക
ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ സ്വയം ചരിച്ചാൽ മാത്രം പോരാ. കിതാബുൻ അൻസൽനാഹു ഇലൈക്, പ്രവാചകരെ ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ വേണ്ടിയാണ്. അന്ധകാരങ്ങളിൽപ്പെട്ട് അലയുന്ന മനുഷ്യ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് വിമോചിപ്പിക്കാൻ വേണ്ടിയാണ്. അന്ധകാരങ്ങളിൽ കിടന്ന് അലയുന്ന സഹജീവികൾക്ക് വെളിച്ചം നൽകാൻ ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സാധ്യമാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവതരണ ദൗത്യം പരിചയപ്പെടുത്തിക്കൊണ്ട് മിനൽ ദുലുമാതി ഇലൻ നൂർ, സകലവിധ അന്ധകാരങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു ലോകം കണ്ട ഏറ്റവും വലിയ വിമോചകനായ പ്രവാചകന്റെ വിമോചന ദൗത്യത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. ആ വിമോചന ദൗത്യത്തിന്റെ തുടർച്ചകൾക്ക്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധിച്ചെടുത്ത വിമോചന ദൗത്യത്തിന്റെ തുടർച്ചകൾക്ക് ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഞാനും നിങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് കേവലം ഖത്മ് തീർക്കുന്നതിൽ മാത്രം പരിമിതപ്പെടുത്തരുത് എന്നാണ് ഷഹ്റുൽ ഖുർആനായ ഖുർആനിന്റെ മാസമായ റമദാനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എനിക്ക് ഗുണകാംക്ഷയോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. മനുഷ്യരാശിയെ അന്ധകാരങ്ങളിൽ നിന്നും, ശിർക്കിന്റെ അന്ധകാരങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ സകലമാന ജീർണതകളുടെയും അന്ധകാരങ്ങളിൽ നിന്നും, കുഫറിന്റെ അന്ധകാരങ്ങളിൽ നിന്നും, ഖുർആൻ പ്രയോഗിച്ച പദം ദുലുമാത്ത് എന്നാണ്. അന്ധകാരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ വെളിച്ചം ഒന്നേ ഉള്ളൂ, ഇലന്നൂർ, വെളിച്ചം ഒന്നേ ഉള്ളൂ, അത് അള്ളാഹുവിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചമില്ലെങ്കിൽ പിന്നെ മനുഷ്യന് വെളിച്ചമില്ല, വഴിയില്ല. ഫമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അള്ളാഹുവിന്റെ വെളിച്ചമില്ലെങ്കിൽ, പടച്ചവന്റെ വെളിച്ചമില്ലെങ്കിൽ പിന്നെ എന്ത് വെളിച്ചമാണ് മനുഷ്യനുള്ളത്? ആ വെളിച്ചത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ, മൊത്തം മനുഷ്യരാശിക്ക് നൽകിയ വെളിച്ചമായി വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത്, കേവലം ഖത്മ് തീർക്കുന്നതിൽ മാത്രം നമ്മുടെ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തെ പരിമിതപ്പെടുത്തിയാൽ പോരാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത്, തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ മിനിമം അജണ്ടയാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ മിനിമം അജണ്ടയാണ്. പക്ഷെ അവിടെ നിൽക്കേണ്ടവരല്ല നമ്മൾ. അഥവാ പാരായണത്തിൽ പരിമിതമായ ബന്ധം കൊണ്ട് പരിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്യുന്ന എണ്ണമറ്റ സൽഫലങ്ങളും നന്മകളും നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥമറിയാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ, പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണത്തെ ഉൾക്കൊള്ളുവാൻ അതിനുള്ള സന്നദ്ധതയും ഇച്ഛാശക്തിയും നമുക്കുണ്ടാകണം. ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന നാളുകളിൽ ആ സന്നദ്ധതയും തീരുമാനശേഷിയും നമ്മൾ നേടിയെടുക്കണം. പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിലുണ്ടാകേണ്ട വികാസത്തിന്റെ, വളർച്ചയുടെ ഒരു സ്റ്റേജാണത്. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ കേവലം തിലാവത്തിൽ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ പാരായണത്തിൽ പരിമിതമായ നമ്മുടെ ബന്ധത്തിന്റെ ഒരു വികാസത്തിന്റെയും വളർച്ചയുടെയും ഒരു സ്റ്റേജാണത്. അവിടെയും നിൽക്കേണ്ടവരല്ല നമ്മൾ. അതും നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ല, നമുക്ക് എത്തേണ്ടത് അവിടെയല്ല എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മൾ മടിച്ചു നിൽക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആനോടൊപ്പം ജീവിതത്തെയും വായിക്കുക. ഖുർആനോടൊപ്പം ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ, അതിന്റെ ആശയം മനസ്സിലാക്കി നമ്മൾ വായിക്കുമ്പോൾ, അതോടൊപ്പം നമ്മുടെ ജീവിതത്തെയും വായിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ ഖുർആനിന്റെ അക്ഷരങ്ങളും അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തുകളും നമ്മുടെ ജീവിതവും തമ്മിലുള്ള വിള്ളലുകളും വിടവുകളും നമുക്ക് മനസ്സിലാകും. ആ വിള്ളലുകളും വിടവുകളും നികത്താനുള്ള, തിരുത്താനുള്ള, വരുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സഹാബി സമൂഹത്തിന്റെ ഖുർആനുമായുള്ള ബന്ധത്തെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, കാനു യതദബ്ബറൂനഹ ഫിൽ ലൈൽ വയുംഫിദൂനഹ ഫിൻ നഹാർ, അവർ രാത്രിയിൽ അത് പഠിക്കുമായിരുന്നു, പകലിൽ അതവർ പകർത്തുമായിരുന്നു. കേവലം പഠനത്തിൽ പരിമിതമായിരുന്ന ബന്ധമായിരുന്നില്ല സഹാബികൾക്ക് ഖുർആനുമായി ഉണ്ടായിരുന്നത്, പഠിക്കുന്നത് പകർത്താൻ വേണ്ടിയായിരുന്നു എന്നാണ്. പഠിക്കുന്നത് പകർത്താൻ വേണ്ടിയായിരുന്നു. കാരണം റഅഉൽ ഖുർആന റസായിലു മിർ റബ്ബിഹിം, അവർ പരിശുദ്ധ ഖുർആനിനെ കണ്ടത് തങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തുള്ള എഴുത്തുകളായിട്ടാണ്. തങ്ങളുടെ മേൽവിലാസത്തിൽ തങ്ങളുടെ നാഥൻ എഴുതി അയക്കുന്ന എഴുത്തുകളായിട്ടാണ് അവർ പരിശുദ്ധ ഖുർആനിനെ കണ്ടത്. അത് അവരുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും പിടിച്ചടക്കുകയായിരുന്നു. അത് അവരുടെ ജീവിതത്തെ അപ്പാടെ പരിവർത്തിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ജനത ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടന്നിരുന്ന ഒരു ജനത ലോകത്തിന്റെ കടിഞ്ഞാൺ കയ്യിലേന്തിയത് നമ്മൾ മനസ്സിലാക്കണം. ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടന്നിരുന്ന ഒരു ജനത ലോകത്തിന്റെ കടിഞ്ഞാൺ കയ്യിലേന്തിയത് ഈ വിശുദ്ധ ഖുർആൻ അവരുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും കീഴ്പ്പെടുത്തുകയും അത് അവരുടെ ജീവിതത്തെ അപ്പാടെ പരിവർത്തിപ്പിക്കുകയും ചെയ്തത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം.
പ്രിയമുള്ളവരെ, അങ്ങനെ പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഒരു വളർച്ചയും വികാസവും സാധിച്ചെടുക്കുന്നിടത്താണ് റമദാൻ നമുക്ക് പ്രയോജനപ്രദമാവുക എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതല്ലാത്ത ഒരു റമദാൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അപൂർണമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഖുർആനിന്റെ അവതരണം കൊണ്ട് മഹത്വമുള്ളതായ റമദാനിന്റെ എല്ലാ സൽഫലങ്ങളുടെയും അടിസ്ഥാനമായി അള്ളാഹു പരിചയപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണെങ്കിൽ ആ ഖുർആനോടുള്ള ബന്ധത്തെ, നിലവിലുള്ള ബന്ധത്തെ ഒരു സ്റ്റെപ്പ് കൂടി വളർത്താനും ഉയർത്താനും വികസിപ്പിക്കാനുമുള്ള തീരുമാനം എടുത്തുകൊണ്ട് ആദരണീയമായ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇതുകൊണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് അഥവാ ഖുർആനിന്റെ വായന കൊണ്ടും അതിന്റെ പഠനം കൊണ്ടും അത് ജീവിതത്തിലേക്ക് പകർത്തുന്നത് കൊണ്ടും അവസാനം അത് ആ പകർത്തൽ പരിമിതപ്പെടുത്താതെ സമൂഹത്തിൽ ആ പരിശുദ്ധ ഖുർആനിന്റെ റെപ്രസെന്റേഷൻ നിർവഹിച്ചുകൊണ്ട് ഖുർആനിനെ ജീവിതം കൊണ്ട് ജീവിച്ചു കാണിച്ച് സമൂഹത്തിൽ ഖുർആനിന്റെ ജീവിത സാക്ഷ്യം നിർവഹിക്കുന്നവരായി തീരാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും നാളെ നമുക്ക് നമ്മുടെ വലത് കൈ കൊണ്ട് അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് നാളത്തെ കിതാബ്, നമ്മുടെ കർമ്മ പുസ്തകം ഏറ്റുവാങ്ങാൻ സാധിക്കും. ആ കർമ്മ പുസ്തകം ഏറ്റുവാങ്ങാനുള്ള വഴിയാണ് ഈ കിതാബ് കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കർമ്മ പുസ്തകം കയ്യിൽ കിട്ടിയാലാണ് നാളെ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടുക. അതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എത്താനുള്ള ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ തഖർറുബും പടച്ചവന്റെ സ്വർഗവുമാണ്. അള്ളാഹുവിന്റെ തഖർറുബിലേക്ക് അഥവാ പടച്ചവന്റെ സാമീപ്യമാകുന്ന ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മത്സരമുന്നേറ്റത്തിനുള്ള അവസരമാണ് ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് കൈവരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ റബ്ബിന്റെ തഖർറുബ്, പടച്ചവന്റെ മഹിയത്ത് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പ്രവേശിക്കാനുള്ളത് ഫീ ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ മഹത്തായ സ്വർഗീയ ജീവിതത്തിലേക്കാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ. ആ സ്വർഗീയ ജീവിതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള അനുഗ്രഹ സൗഭാഗ്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് എത്രയെത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതൊക്കെ ഭാവനയിൽ കാണാൻ കഴിയണം, നമുക്കതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാൻ കഴിയണം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ. അവിടെയാണ് നമ്മുടെ ശാശ്വത സമാധാനം എന്ന് പറയുന്നത്. ഇവിടെ പലതും നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്, അല്ലെ? ഇവിടെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുമ്പോൾ പടച്ചവന്റെ ദീനിനെ സമൂഹത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു നോക്കൂ. പലതും നമ്മൾ കേൾക്കേണ്ടി വരും, പല പരിഹാസ ശരങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരും, പലരുടെയും ഭാഗത്തുനിന്നുള്ള പല കുത്തുവാക്കുകളും വ്യാജമായ തെറ്റായ ആരോപണങ്ങളും നമ്മുടെ നേരെ ഉയർന്നു വരും. എന്തൊക്കെ മോശമായ വാർത്തകളാണ് പ്രിയമുള്ളവരെ ദുനിയാവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ എന്തെല്ലാം വൃത്തികെട്ട വാർത്തകളാണ് നമ്മൾ ചുറ്റുപാടും കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? മക്കളെ പീഡിപ്പിച്ച വാർത്തകൾ, പിതാവ് മക്കളെ പീഡിപ്പിച്ച വാർത്തകൾ, ജ്യേഷ്ഠൻ അനുജത്തിയെ കടന്നുപിടിച്ച വാർത്തകൾ, അല്ലെ? കാമുകന്റെ കൂടെ ചേർന്ന് സ്വന്തം മക്കളെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച ഉമ്മമാരെ കുറിച്ചുള്ള വാർത്തകൾ, രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് മകളെ ഫ്ളാറ്റുകളിൽ മാറി മാറി താമസിപ്പിച്ച് പണമുണ്ടാക്കാൻ വേണ്ടി പലർക്കായി കാഴ്ചവെച്ച വൃത്തികെട്ട വാർത്തകൾ, അല്ലെ? ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അർദ്ധരാത്രിയിൽ അന്യർക്ക് കിടപ്പറയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന വർത്തമാനങ്ങൾ, അല്ലെ? അത് കണ്ടുപിടിച്ച് അവിടെ വെച്ച് തന്നെ പ്രതിയെ പിടികൂടി പട്ടിയെപ്പോലെ തല്ലിക്കൊന്ന വാർത്തകൾ, പിഞ്ചു കുട്ടികളെ വരെ ലൈംഗികമായ ദാഹശമനത്തിനിരയാക്കുന്ന കാമപിശാചുക്കളെ കുറിച്ചുള്ള വാർത്തകൾ, കാണാൻ പറ്റാത്തതും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും കരൾ പിളർത്തുന്നതുമായ ഒരുപാട് വാർത്തകൾ കണ്ടും കേട്ടും കൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. എന്നാൽ കാണാൻ പറ്റാത്തത് കാണേണ്ടി വരാത്ത, കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. കാണാൻ പറ്റാത്തത് കാണേണ്ടി വരാത്ത, കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരാത്ത ഒരു ജീവിതം, അതാണ് ഏറ്റവും സൗഭാഗ്യ സുന്ദരമായ, അതാണ് ഏറ്റവും സുന്ദര മനോഹരമായ സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത്. അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ പറയുന്നത്, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ. അപശബ്ദങ്ങളൊന്നും അവിടെ കേൾക്കേണ്ടി വരികയില്ല, അല്ലെ? പാപഭാഷണങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ കേൾക്കേണ്ടി വരികയില്ല, അനാവശ്യ വർത്തമാനങ്ങളൊന്നും കേൾക്കേണ്ടി വരാത്ത, തെറ്റുകുറ്റങ്ങൾക്കൊന്നും സാക്ഷിയാകേണ്ടി വരാത്ത ഒരു സ്വർഗീയ ജീവിതം. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ഇല്ലാ ഖീലൻ സലാമൻ സലാമ. എന്തൊരു മനോഹരമായ വർത്തമാനമാണ്, എന്തൊരു മനോഹരമായ വാക്കുകളാണ് പടച്ചവന്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇല്ലാ ഖീലൻ സലാമൻ സലാമ. എന്തൊരു സമാധാനമുള്ള വർത്തമാനങ്ങളാണ്. സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ മാത്രമേ അവിടെ കേൾക്കേണ്ടി വരൂ എന്ന്, ശാന്തതയുടെ സമാധാനത്തിന്റെ സംസാരങ്ങൾ മാത്രമേ അവിടെ കേൾക്കേണ്ടി വരൂ എന്ന്. മലക്കുകളിൽ നിന്ന് കേൾക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളാണ്, അല്ലെ? അർഷിന്റെ മുകളിൽ നിന്നും കേൾക്കുന്നത് സമാധാനത്തിന്റെ വാർത്തകളാണ്. അടുത്തടുത്ത മുറികളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ വാർത്തകളാണ്.
ഇണതുണകളിൽ നിന്നും കേൾക്കുന്നത് സമാധാനത്തിന്റെ വർത്തമാനങ്ങളാണ്. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനത്തിന്റെ വാർത്തകളല്ലാത്ത മറ്റൊന്നും കേൾക്കേണ്ടി വരാത്ത ആ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക്, അല്ലെ? വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, ആ ശാന്തതയുടെ, ആ ശാന്തിയുടെ ഭവനത്തിലേക്കാണ്, ആ ശാന്തിയുടെ വീടിലേക്കാണ് അള്ളാഹുവിന്റെ ക്ഷണം എന്ന് പറയുന്നത്. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ആ സമാധാനത്തിന്റെ സ്വർഗഭവനത്തിലേക്കുള്ള ഒരു യാത്രയാകണം പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഈ ആയുസ്സിലൂടെ നമുക്ക് സാധ്യമാകേണ്ടത്. അള്ള നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സും, പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യവും, പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ സ്വർഗീയ സൗഭാഗ്യമാണ്. ആ തീർത്ഥയാത്രക്ക് വേണ്ട വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അസുലഭ സന്ദർഭമാണ് നമുക്ക് വരാനുള്ള റമദാനിലെ രാപ്പകലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം തേടിയുള്ള യാത്രക്ക്, നിരാശയില്ലാത്ത പ്രതീക്ഷയോടുകൂടിയുള്ള ആ സ്വർഗയാത്രക്കുള്ള വിഭവമാകുന്ന തഖ്വ സമാഹരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. നോമ്പിന്റെ മർമ്മം അതാണ്, നോമ്പിന്റെ മർമ്മം അതാണ്. നോമ്പിലൂടെ നേടേണ്ടത് അതാണ്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ. നിങ്ങളെ പട്ടിണിക്കിട്ടത് കൊണ്ട് പടച്ചവന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ വിശന്നിരുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ ഒരേറ്റക്കുറവും സംഭവിക്കുന്നില്ല. നിങ്ങൾ മുത്തഖീങ്ങളായി തീരണം. കാരണം നാളെ സ്വർഗയാത്രക്കുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പാതയം എന്ന് പറയുന്നത് തഖ്വയാണ്. റമദാനിന്റെ രാപ്പകലുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ എത്രത്തോളം നമുക്ക് തഖ്വയുടെ മനസ്സ് വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തണം. 14ഉം 15ഉം ഒക്കെ മണിക്കൂറുകൾ അന്നപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ട് പട്ടിണി കിടന്നിട്ട് പടച്ചവന് വിധേയപ്പെടാനുള്ള ഒരു മനസ്സ് നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹ് ആഗ്രഹിക്കുന്ന അതാണ്, പടച്ചവൻ താല്പര്യപ്പെടുന്ന അതാണ്, അല്ലെ? നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ അന്നപാനീയങ്ങൾ പോലും വെടിയാൻ നമ്മൾ തീരുമാനിക്കുമ്പോ നിശബ്ദമായി നമ്മൾ പടച്ചവന്റെ മുമ്പിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ധീരമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പടച്ചവനെ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ, നിന്റെ കൽപ്പനയ്ക്ക് മുന്നിലാണെങ്കിൽ എനിക്കെന്റെ ജീവൻ പ്രശ്നമല്ല, എനിക്കെന്റെ ജീവിതം വിഷയമല്ല, എനിക്കെന്റെ ജീവന്റെ നിലനിൽപ്പ് പോലും നിന്റെ കൽപ്പന നടപ്പിലാക്കുന്നിടത്ത്, നിന്റെ തീരുമാനങ്ങൾ കൊണ്ട് നടക്കുന്നിടത്ത് എനിക്കെന്റെ ജീവന്റെ നിലനിൽപ്പ് പോലും പ്രശ്നമല്ല എന്നാണ് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ അന്നപാനീയങ്ങൾ വെടിയുന്നതിലൂടെ നമ്മൾ പടച്ചവനോട് പ്രഖ്യാപിക്കുന്നത്. ഭോഗവികാരങ്ങളെ, ഇണതുണകൾ തമ്മിലുള്ള ബന്ധത്തെ ആ നിശ്ചിത മണിക്കൂറുകൾ നിശ്ചിത സന്ദർഭത്തിൽ മാറ്റിവെക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആത്മനിയന്ത്രണം സാധിക്കുന്നതിലൂടെ നമ്മൾ പടച്ചവനോട് പ്രഖ്യാപിക്കുന്നത് എന്റെ ജീവൻ മാത്രമല്ല, എന്റെ വർഗത്തിന്റെ, എന്റെ വംശത്തിന്റെ നിലനിൽപ്പും നിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ എനിക്ക് നിസ്സാരമാണ് എന്നാണ്. ഇങ്ങനെ സ്വന്തം ജീവന്റെ നിലനിൽപ്പും സ്വന്തം വംശത്തിന്റെ വളർച്ചയും അല്ലെങ്കിൽ നിലനിൽപ്പും പടച്ചവന്റെ തീരുമാനത്തിന് മുന്നിൽ നിസ്സാരമാണെന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസിക്ക് പടച്ചവന് ഇഷ്ടമല്ലാത്ത, പടച്ചവന് വിട്ടുകൊടുക്കാൻ ബാക്കി എന്താണ് ജീവിതത്തിൽ ഉണ്ടാവുക? പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെടാൻ എന്ത് തടസ്സമാണ് പിന്നീട് അവൻ ഉണ്ടാവേണ്ടത്? അപ്പൊ ഞാൻ പറയുന്നത്, റമദാനിലെ 10-30 രാപ്പകലുകളിൽ 14ഉം 15ഉം ഒക്കെ മണിക്കൂറുകൾ പ്രിയപ്പെട്ട നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ അന്നപാനീയങ്ങളൊക്കെ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ വെടിയാൻ തീരുമാനിക്കുമ്പോ അത് കേവലം പട്ടിണി കിടന്ന ഒരു പട്ടിണി മാത്രം ബാക്കിയാകുന്ന ഒരു നോമ്പായി പരിമിതപ്പെടാൻ പാടില്ല. കമ്മിൻ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹു വൽ ജൂ എന്ന് റസൂൽ പറഞ്ഞല്ലോ. എത്ര നോമ്പുകാരാണുള്ളത്, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ബാക്കിയാകുന്നത് കേവലം വിശപ്പും ദാഹവും മാത്രമാണ്. അങ്ങനെ പള്ളയെ പട്ടിണിക്കിടുന്നതിൽ മാത്രം പരിമിതപ്പെട്ട നോമ്പുകാരായി പ്രിയമുള്ളവരെ നമ്മൾ മാറരുത്. അങ്ങനെ വന്നാൽ നമ്മുടെ വ്രതം വൃതാവിലായി പോകുന്നു ഭയപ്പെടണം. തഖ്വയും ഇഹ്സാനും കരസ്ഥമാക്കി സ്വർഗയാത്രക്ക് നമ്മെ സജ്ജമാക്കുന്നിടത്താണ് നമ്മുടെ നമസ്കാരമായാലും, നമ്മുടെ നോമ്പായാലും, നമ്മുടെ സക്കാത്തായാലും, നമ്മുടെ സദക്കകളായാലും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുക എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, ഹൽ ജസാഉൽ ഇഹ്സാനു ഇല്ലൽ ഇഹ്സാൻ. ഇവിടെ സുഹൃതമാണെങ്കിൽ അവിടെയും സുഹൃതമാണ്. സുഹൃതത്തിന്റെ പ്രതിഫലം സുഹൃതമല്ലാതെ മറ്റെന്താണ് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സുഹൃതം സമ്പാദിക്കുക, അവിടെ നമ്മൾ സുഹൃതത്തിന് അർഹരായി തീരുക. ദുനിയാവിൽ നമ്മൾ സുഹൃതം സമ്പാദിക്കുക, ആഖിറത്തിൽ നമ്മൾ സുഹൃതത്തിന് അർഹരായി തീരുക. ഉലൈക ഹുമുൽ വാരിസൂന അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. വിജയികളാകുന്ന വിശ്വാസികളുടെ വിശദാംശങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് അതിന്റെ സമാപനമായി കൊണ്ടല്ല പറഞ്ഞല്ലോ, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. പരലോകത്ത് സ്വർഗത്തിന്റെ അനന്തരാവകാശികളാകാൻ, അതിൽ നിത്യവാസത്തിൽ അർഹരായി തീരാൻ പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ഒടുവിലത്തെ അനന്തരമെടുപ്പ് എന്ന് പറയുന്നത്. അവരാണ് സ്വർഗം അനന്തരമെടുക്കുന്നവർ എന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒടുവിലത്തെ അനന്തരമെടുപ്പ് എന്ന് പറയുന്നത് അതാണ്. ഈ ദുനിയാവിൽ നിന്നും വിട്ടുപോകുമ്പോ, അല്ലെ,
ഐഹിക ജീവിതത്തിൽ നമ്മൾ റൂഹ് പിരിഞ്ഞ് പടച്ചവനിലേക്ക് തിരിച്ചു പോകുമ്പോ ഇവിടെ പലതും വിട്ടേച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്, ഇവിടെ നമ്മൾ പലതും ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഏത് നിമിഷവും പോകേണ്ടവരെന്ന നിലക്ക് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. എന്താണ് എനിക്ക് വേണ്ടി ഞാൻ ബാക്കിയാക്കിയിട്ടുള്ളത്, എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ബാക്കിയാക്കിയിട്ടുള്ളത്? പലപ്പോഴും നമ്മുടെ അസ്വസ്ഥത, നമ്മുടെ ആശങ്കകൾ, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, അവരെങ്ങനെ ജീവിക്കും, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ ഞാൻ മരിച്ചുപോയാൽ എനിക്കെന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ മരിച്ചുപോയാൽ എനിക്കെന്ത് സംഭവിക്കും, എനിക്കെന്ത് ബാക്കിയാകും എന്ന് നമ്മൾ ചിന്തിക്കണം. മക്കളുടെ ഭാവി ഞാൻ മരിച്ചാൽ എന്താവുമെന്ന് ചിന്തിക്കുന്നവർക്ക് മരണശേഷമുള്ള അവനവന്റെ ഭാവിയെക്കുറിച്ച് ഭയമില്ലെങ്കിൽ, മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭയപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ മക്കളുടെ ഭാവി ഞാൻ മരിച്ചാൽ എന്താവുമെന്ന് ആശങ്കപ്പെടുന്നവർക്ക് മരണശേഷം അവനവന്റെ ഭാവിയെക്കുറിച്ച് ഭയമില്ലെങ്കിൽ അത് അപകടമാണ് എന്ന് തിരിച്ചറിയണം. അത് ബുദ്ധിയുള്ളവരുടെ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിശൂന്യമായ നിലപാടുകൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, മരിച്ചു ചെന്നാൽ അള്ളാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമ്മെ അർഹമാക്കുന്ന അമലുകൾ കൊണ്ട് ആയുസ്സിനെ അർത്ഥപൂർണമാക്കാൻ, ആയുസ്സിനെ സൽക്കർമ്മങ്ങൾ നിരതമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിന് സഹായകരമായി തീരുന്ന, അതിന് സഹായകരമാകണം ദുനിയാവിൽ നമ്മൾ ഏർപ്പെടുന്ന സകല സംഗതികളും. നമ്മൾ കച്ചവടം ചെയ്യുമ്പോഴും, നമ്മൾ കൃഷിയിൽ ഏർപ്പെടുമ്പോഴും, നമ്മൾ വിവാഹം കഴിക്കുമ്പോഴും, നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോഴും, മക്കളെ വളർത്തുമ്പോഴും, എല്ലാത്തിന്റെയും അന്തിമമായ ലക്ഷ്യം, എല്ലാറ്റിന്റെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. അതിന് ഉപകരിക്കുന്നതാകണം നമ്മുടെ സന്തപ്പും നമ്മുടെ സന്താനങ്ങളും. നമ്മൾ ഇവിടെ നേടുന്നതൊക്കെയും അതിലേക്ക് നമ്മളുടെ വഴിദൂരം കുറച്ചു കൊണ്ടുവരുന്നതാകണം. ആ സ്വർഗ സ്വപ്നം സാക്ഷാത്കരിക്കുന്നിടത്ത് അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും തട്ടിമാറ്റാൻ നമ്മൾ നേടുന്ന തഖ്വ കൊണ്ട് നമ്മൾ സാധിക്കണം. ആ സ്വർഗത്തിലേക്കുള്ള വഴിദൂരം വർദ്ധിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള കെൽപ്പ് നമ്മൾ റമദാനിലൂടെ നേടിയെടുക്കണം. സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാകണം നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, അല്ലെ? അൽ അഹിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅ സ്വാദിഖീൻ. പടച്ചവനോടുള്ള തഖ്വയെ നിങ്ങളെ പ്രേരിപ്പിക്കണം, അള്ളാഹുവിനോടുള്ള ഭയവികാരം നിങ്ങളെ പ്രേരിപ്പിക്കണം. സത്യസന്ധരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാൻ. സത്യസന്ധരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് തഖ്വയുടെ താല്പര്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വ കൈക്കൊള്ളുക, സത്യസന്ധരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മെ അള്ളാഹുവിങ്കിൽ നിന്നും അകറ്റുന്ന കൂട്ടുകെട്ടുകൾ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നിശ്ചയദാർഢ്യം നമ്മൾ ആർജിക്കണം. അതിനുള്ള തീരുമാന ശേഷി നമുക്കുണ്ടാകണം. നമ്മുടെ എല്ലാ ദുനിയവിയായ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ ശാരീരികമായ ഇച്ഛകൾക്കും നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ട്, നമ്മുടെ എല്ലാ ദുഷ്ടവിചാരങ്ങളും നമ്മൾ നിലനിർത്തിക്കൊണ്ട്, നമ്മുടെ എല്ലാ മലിന മോഹങ്ങളെയൊന്നും നിയന്ത്രിക്കാതെ, കേവലം റമദാനിലെ അവസാനത്തെ 10 5 നേരത്തെ 3 വീതമുള്ള പ്രാർത്ഥന കൊണ്ട്, അതുകൊണ്ട് മാത്രം നേടാൻ കഴിയുന്നതല്ല സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. റമദാനിലെ ഒടുക്കത്തെ 10 5 നേരത്തെ 3 വീതമുള്ള 3 തവണ വീതമുള്ള പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നല്ല അള്ളാഹുവിന്റെ സ്വർഗം എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം പടച്ചവന്റെ ചരക്ക് എന്ന് പറയുന്നത് അത്ര വില കുറഞ്ഞതല്ല. അലാ ഇന്ന സിൽഹത്തല്ലാഹി ഹിയൽ ഗാലിയ. അള്ളാഹുവിന്റെ ചരക്ക് എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഹത്തല്ലാഹി ഹിയൽ ജന്ന. അള്ളാഹുവിന്റെ ചരക്ക് എന്ന് പറയുന്നത് പടച്ചവന്റെ സ്വർഗമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ അജൂരായതുകൊണ്ട്, നമ്മൾ വളരെ തിടുക്കമുള്ളവരായതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതിനോടാണ് നമുക്ക് താല്പര്യം. നമുക്ക് വില കുറഞ്ഞ ചരക്കുകളോടാണ് നമുക്ക് താല്പര്യം, അല്ലെ? നമ്മുടെ നിലപാടിനെ നിരൂപണം ചെയ്തുകൊണ്ട് പടച്ച റബ്ബ് സൂറത്തുൽ അഅലയിൽ, നമ്മൾ പതിവായി വെള്ളിയാഴ്ചയിൽ ജുമാ നമസ്കാരത്തിന് ഓതിക്കേൾക്കാറുള്ള സൂറത്തുൽ അഅലയിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ അള്ളാഹു നമ്മുടെയൊക്കെ നിലപാടിനെ, മനുഷ്യന്റെ ബുദ്ധിശൂന്യമായ നിലപാടിനെ വിലയിരുത്തിക്കൊണ്ട് അല്ല നമുക്കെതിരിൽ ചുമത്തുന്ന ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രമുണ്ടല്ലോ. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ, ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവിലെ ജീവിതത്തിനാണ് നിങ്ങൾ പരിഗണന നൽകുന്നത്. ആ ഒരു പരാതിയോടൊപ്പം, ആ പടച്ചവന്റെ ആ പരാതിയോടൊപ്പം, അല്ലെങ്കിൽ ആ കുറ്റപത്രത്തോടൊപ്പം ഒരു യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് അല്ലാഹു വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. പരലോകമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതും എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ സ്വർഗം പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കിട്ടിയേ പറ്റൂ. ആ സ്വർഗത്തിലേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചേ തീരൂ. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബവും
അവിടെ എന്റെ കൂടെ ഉണ്ടായേ ഞാൻ തൃപ്തനാകാൻ പാടുള്ളൂ. നമ്മുടെയൊക്കെ ഇണകളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മക്കളോ അവരുടെ കൂടെ സ്വർഗാവകാശികളാകാൻ സഹായകമായ ജീവിതം നയിക്കാൻ നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് വരാനിരിക്കുന്നത്. അഥവാ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ ഒറ്റക്കാവാൻ പാടില്ല. കുടുംബവും കൂടെ ഉണ്ടാകണം, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം, നമ്മുടെ ഇണകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. ആ ഫിനിഷിംഗ് പോയിന്റിൽ അതിന് സഹായകരമായ രീതിയിൽ പരിശുദ്ധ റമദാനിന്റെ അജണ്ടകളെ സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സാധ്യമാകുന്ന വിധം പരിശ്രമിച്ചും പണിയെടുത്തും ആ സ്വർഗത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്ത ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് അതിനേറ്റവും ഫലപ്രദമായ രീതിയിൽ ഈ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.